നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. സിക്സ് ഓഫ് വാൻസ് എനർജിയാണ്. ഈ റിലേഷനിൽ ഒരു റീയൂണിയൻ ഉണ്ടാവാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒരു മാരേജ്, കമ്മിറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് പോവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ചിലർക്ക് നിങ്ങൾ ഈ റിലേഷനിൽ ഒരു മാരേജ്, കമ്മിറ്റ്മെന്റ് നിങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. 3 ഓഫ് സോർട്സ് എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു സെപ്പറേഷൻ നടന്നതിന്റെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോട് പോയതിന്റെ പെയിനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഇഷ്യൂസ് നടന്ന് നിങ്ങൾ ഒരു സെപ്പറേഷനിലോട്ട് മാറിയതായിരിക്കാം. എന്തായാലും ഇവിടെ ഒരു മാനസികമായിട്ടുള്ള ഒരു പെയിൻ നിങ്ങൾ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. 9 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു എൻഗേജ്മെന്റോ മാരേജോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഏകദേശം ഫാമിലി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇതൊരു മാരേജിലോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഡിസിഷനിൽ നിൽക്കുന്ന ഒരു റിലേഷൻ ആയിരിക്കാം. അപ്പോൾ അത്രയും നിങ്ങൾ ഈ റിലേഷൻ നിങ്ങളുടെ ആണെന്നുള്ളത് വിശ്വസിച്ച് നിൽക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ അത്രയും നിങ്ങൾ ഇന്റൻസ് ആയിട്ട് ഈ റിലേഷനിൽ നിങ്ങൾ വിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഇവിടെ അതെല്ലാം തകരുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവുന്നു. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് നിങ്ങളെ തകർക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ അത്രയും തകർന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ അത്രയും നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, ഒരു മാരേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഈ പേഴ്സൺ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷെ അവിടെയാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നത് എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷന്റെ ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു. നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു പരിചയക്കാര് പോലെയുള്ള ഒരു സിറ്റുവേഷനിലോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ഒരു റിലേഷനിൽ നിന്നിരുന്നവരാണെന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് ആളോട് സംസാരിക്കണം എന്നുള്ള ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഇത് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനോ ഇത് സംസാരിച്ച് ക്ലിയർ ചെയ്യാനോ അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു ഹോപ്പ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ തകരുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് റെഡിയാക്കി എടുക്കാം, അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ഇപ്പൊ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫാമിലികൾ തമ്മിൽ സംസാരിച്ച് റിലേഷൻ റെഡിയാക്കാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു ഹോപ്പ്, ആ ഒരു ചാൻസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്കൊരു പേടിയുണ്ട്. ഈ പേഴ്സൺ അത് ആ രീതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്താൽ പേഴ്സൺ അത് ഏത് രീതിയിൽ എടുക്കും, അതോടുകൂടി ഈ ഒരു റിലേഷൻ എൻഡായി പോകും എന്നുള്ളൊരു ഭയത്തിൽ നിങ്ങൾ നിൽക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്. ടെമ്പറൻസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ റിലേഷനിൽ ചിലപ്പോൾ ഒരു ബാലൻസിലോട്ട് ഈ റിലേഷൻ വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോഴും ഈ റിലേഷനിലുള്ള ഈ ഇഷ്യൂസ് മാറി അത് പഴയ രീതിയിലോട്ട് ശരിയായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ബാലൻസ് ഈ റിലേഷനിൽ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് തന്നെ കാണിക്കുന്നത്. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത് എന്നാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ഇത് ഒരു നെഗറ്റീവായിട്ട്, ഒരു ഇഷ്ടക്കേടായിട്ട് കാണിക്കുന്നുണ്ടാവാം. ഒരു എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ ആളുകളുടെ കാര്യമായിട്ടോ പറയുന്നത്. ഒരു ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ നിങ്ങളുടെ റിലേഷനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ബേസിസിൽ റിലേഷനിൽ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷനിൽ ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്നാണ് കാണിക്കുന്നത് കേട്ടോ.
ഫോർ ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങൾ ശരിക്കും വിചാരിച്ചിരിക്കുന്നത് ഇതെനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ചാൻസ് കാണിക്കുന്നുണ്ട്. മെജോറിറ്റി ആളുകൾക്കും ഇതിലൊരു ഈ റിലേഷനിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പക്ഷേ ഇത് എൻഡ് ആയി പോകാനുള്ള ചാൻസും ഒരുപാടാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു തെറ്റിദ്ധാരണയിൽ അങ്ങനെ പോകുന്നതായിട്ടാണ്. റിയലൈസ് ചെയ്യാൻ ശ്രമിക്കാത്ത രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ആകെ ഡൗൺ ആയി നിൽക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. 2 ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ ആള് കൺഫ്യൂസ്ഡ് ആയിട്ടാണ്, എന്താണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഈ ഒരു കൺഫ്യൂഷന് ഒരു ക്ലാരിറ്റി വരണം, എന്നാലേ അവർ റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുള്ളൂ എന്നുള്ളതാണ് കാണിക്കുന്നത്. നോക്കട്ടെ എന്തെങ്കിലും മാറ്റം വരാൻ ചാൻസ് ഉണ്ടോ. ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് ഒരു ചേഞ്ച് വരും. നിങ്ങളുടെ പേഴ്സൺ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അവർ മനസ്സിലാക്കി ഈ റിലേഷനിൽ നിങ്ങളുടെ അടുത്തോട്ട് സ്നേഹത്തോടെ വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇല്ല കേട്ടോ, കാരണം മെജോറിറ്റി ഒരു നെഗറ്റീവ് കാർഡ്സ് ആണ് കൂടുതൽ വരുന്നത്. അപ്പം ഇവിടെ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കി വരാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് സ്നേഹത്തോടെ തിരികെ വരുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. റിമൈൻ പോസിറ്റീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് ഈ റിലേഷനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ റിലേഷനിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ഒരുപാട് ചിന്തിക്കുകയും ഒരുപാട് വിഷമിക്കുകയും ചെയ്താൽ ആ ഒരു നെഗറ്റിവിറ്റി യൂണിവേഴ്സിലോട്ട് കൊടുക്കാതിരിക്കുക. പോസിറ്റീവായിട്ട് ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ആൾ തിരികെ വന്നോളും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആളുടെ മുകളിലുള്ള ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിലുള്ള ആ വിശ്വാസം, അത് നിങ്ങൾ കൈവിടാതെ മുന്നോട്ട് പോകാന്നുള്ളതാണ് കാണിക്കുന്നത്. ബി അസർട്ടീവ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ പോലും നിങ്ങളെ നെഗറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടാവാം. നിങ്ങൾ അവരെ വിശ്വസിച്ചായിരിക്കും നിൽക്കുന്നുണ്ടാവാം. അത് നിങ്ങളുടെ സൈഡിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ സൈഡിലുള്ള ആളുകളായിരിക്കാം. ആരായാലും നിങ്ങളുടെ റിലേഷനെ ഒരു നെഗറ്റീവ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നവരെ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആക്കി മാറ്റുന്നവരെ നിങ്ങളൊന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം കേട്ടോ. 1987 ജൂൺ, മെയ്, ലെറ്റർ വൈ, ലെറ്റർ എൻ. 1985 കാർത്തിക, ലെറ്റർ യു, മകീര്യം, ലെറ്റർ ജെ, നവംബർ, ലെറ്റർ ആർ, രോഹിണി, ലെറ്റർ വി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.